സന്തോഷത്തോടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാവാൻ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം അത് ഞങ്ങൾ കുറേ കാലമായിട്ട് ആറ്റുനോറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. കസിൻസ് എല്ലാവരും കൂടി ഒരു ഡേ ഔട്ടിങ് പോകണോ എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരുടെയും പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു ഡേ ഔട്ടിങ്ങിന് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നത് കക്കാടംപൊയിലാണ്. കക്കാടംപൊയിൽ കോഴിക്കോട് ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും ഒരു വയനാട് ഫീൽ കിട്ടുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ഹിൽ സ്റ്റേഷൻ പോലെ സംഭവം. നല്ല കിഡിൽ അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കൂൾ എൻവയൺമെൻറ്റ് ആട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നൊരു സമയം കേട്ടോ. നമ്മൾ റിസോർട്ടിൽ നമുക്ക് 4 o'clock ചെക്ക് ഇൻ. നെക്സ്റ്റ് ഡേ 2 o'clock ചെക്ക് ഔട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപാടെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ റൂമിൽ ലഗേജസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോഴാണ് അവർ പറയുന്നത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയ ഇൻഫിനിറ്റി പൂളും പിന്നെ അതേപോലെ നമുക്ക് ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മേലെയാണെന്നാ. അപ്പോൾ ഞങ്ങൾ മേലോട്ട് പോവുകയാണ്. ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ കുറച്ചേരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പോവുകയാണ്. കണ്ടില്ലേ, ഇതാണ് കസിൻസുമായിട്ട് പോയാൽ കിട്ടുന്നൊരു വൈബ്. അതൊരു വേറെ ലെവലാട്ടോ. വേറൊരു രക്ഷയില്ലാത്ത ലെവലാണ്. അപ്പോൾ എല്ലാവരും നല്ല നല്ല ആക്റ്റീവായിട്ട് ഓണായിട്ട് അത്രയ്ക്ക് സ്റ്റീപ്പായിട്ടുള്ള റോഡായാലും നമ്മൾ നന്നായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്തിട്ടാണ് പോയത്. പോയപ്പോൾ കണ്ട വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല ഒരു സൂപ്പർ എൻവയൺമെൻ്റ് ആണ്. ഇവിടെ നമുക്ക് സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല തണുത്ത കാറ്റാണ്. ഇപ്പോൾ സമയം 7 o'clock ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് എന്താ പറയുക, ഇവിടുന്ന് ഫുഡ് ശരിക്കും രാത്രിക്കുള്ള ഫുഡ് ഇവർ പ്രൊവൈഡ് ചെയ്യില്ല. ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ബാക്കി നൈറ്റിനുള്ളതും അതേപോലെ ഉച്ചയ്ക്കുള്ളതും നമ്മൾ തന്നെ കൺസിഡർ ചെയ്യണം. അത് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഒരു രസമായിക്കോളും, കസിൻസൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും കൂടി കുക്ക് ചെയ്യാനൊക്കെ രസമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കൊണ്ടുപോയിരുന്നു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത കോട്ടേജ്. നമുക്ക് താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും ആയിരുന്നു. ഒരു പ്രൈവറ്റ് പൂളും കൂടിയുള്ള ഒരു കോട്ടേജ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഗ്യാസ് സ്റ്റവ്, മിക്സി ഗ്രൈൻഡർ എല്ലാം അവർ തന്നെ തരും. പാത്രങ്ങളൊക്കെ അവർ തന്നെ തരും. നമ്മൾ ചിക്കനും അതിന് വേണ്ട ഗ്രോസറീസൊക്കെ കൊണ്ടുപോയാൽ മതി. ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ കറി വെക്കാനും ഫ്രൈ ചെയ്യാനും അൽഫാം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ആ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ലൊക്കെ ചെയ്ത് അവിടുന്ന് ആ തണുത്ത കാറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണം. എന്തായാലും നല്ല അടിപൊളിയാണ്. ഇങ്ങനെ സംസാരിച്ച് കുക്കൊക്കെ ചെയ്ത് എന്താ പറയുക, വേറെ ലെവലാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് വെക്കും. അത് ആ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്ത് സെറ്റാക്കിയിട്ടുണ്ടെല്ലാം. കനലൊക്കെ സെറ്റാണ്. ഇതുപോലൊരു ഗ്രില്ല് ചെയ്യുന്ന ട്രെയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മസാലയൊക്കെ കുട്ടി കുറച്ച് നേരം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം DJ ഒക്കെ സെറ്റ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിരുന്നു. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സംഭവം കിടിലനായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രൈവറ്റ് പൂളിൽ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ബോളൊക്കെ ഇട്ട് കളിച്ച് ശരിക്കും സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഉള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വെച്ചിട്ട് ആർക്കും ഉറക്കമൊന്നും വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഫുൾ ഓണായിട്ടിരിക്കുകയായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ കുളിച്ചിട്ട് കിടന്നുറങ്ങി. അധികം നേരമൊന്നുമില്ല, ഒരു 2 hours കിടന്നുറങ്ങിയിട്ടുണ്ടാവും അത്ര തന്നെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ജീപ്പിലാട്ടോ. അയ്യോ, ഇത് കയറിയില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്തേനെ. ഇതൊരു അഡ്വെഞ്ചറസ് റൈഡായിരുന്നു. ഒന്നും പറയാനില്ല. ഒരു ജീപ്പ് പോകാനുള്ളൊരു വഴി മാത്രമേ ആ റൂട്ടിലുള്ളൂ. കുറച്ചൊന്ന് തെറ്റിപ്പോയാൽ താഴെ കൊക്കയാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ഒരു റൈഡ് മിസ്സാക്കിയിരുന്നെങ്കിൽ ശരിക്കും നല്ല സങ്കടമായിപ്പോയേനെ. അത്രയ്ക്ക് അഡ്വെഞ്ചറസ് ആണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. പുട്ട്, കടലക്കറി, അതുപോലെ പൊറോട്ട, ചിക്കൻ കറി, അപ്പം, പിന്നെ കോൺഫ്ലേക്സ്, ചായ, ജ്യൂസ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളൊരു 1:30 വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് 1:30 നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ ഇത്തിരി ഓർമ്മകളും കുറേ അധികം ഫോട്ടോസൊക്കെ തന്ന റിസോർട്ടിന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ പോവാ.